നമ്മുടെ മലപ്പുറത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടായിട്ട് അത് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ബോക്സുകളാണ്. അത്യാവശ്യം നല്ല സൈസ് ഉള്ളതുണ്ട്. എന്താ പറയുക, കുറെ കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് വരുന്നതുണ്ട്. ഐക്കിയ പ്രോഡക്ട്സ് പോലുള്ള നല്ല അടിപൊളി സാധനങ്ങൾ ഇവിടെ കിട്ടും. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പിക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട്. ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കണു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളെപ്പോലെ വീടിനെ സ്നേഹിക്കുന്ന, അടുക്കളയെ സ്നേഹിക്കുന്ന വീട്ടമ്മമാർ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ യൂട്യൂബും പിന്ററസ്റ്റും ഒക്കെ കണ്ടിട്ട് നമ്മുടെ അടുക്കളയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ക്യൂട്ട് സാധനങ്ങൾ ഉണ്ടാവും അല്ലേ? അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടെ ഒരൊറ്റ കടയിൽ വാങ്ങാൻ കിട്ടുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒരു കടയിലേക്കാണ് ഞാൻ ഇന്ന് പോണത്. ആക്ച്വലി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതല്ല. ഞങ്ങളുണ്ടല്ലോ, കഴിഞ്ഞ വർഷം നമ്മുടെ പുതിയ വീട്ടിൽ താമസമാക്കിയ സമയത്ത് ഞങ്ങൾ ഇവിടെ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ വർക്ക് ഏരിയൻ്റെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ആ ഒരു സമയത്ത് ഒരു പ്രോഡക്റ്റ് ഞങ്ങൾ വാങ്ങിച്ചത് ഞങ്ങൾക്ക് വേണ്ടാന്ന് തോന്നിയിട്ട് ഞങ്ങൾ തിരിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ ക്യാഷ് എന്താ പറയുക, കുറച്ച് എമൗണ്ട് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തോളൂ എന്ന് അന്ന് അവർ പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും മേടിക്കാണ്ട് തിരിച്ചു പോകാനിട്ടുണ്ടായത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യമുള്ള സമയത്ത് ഞങ്ങൾ വരാം, വെറുതെ യൂസ്ലെസ് ആയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. അതിപ്പോൾ കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടോ. ഇപ്പോൾ എനിക്ക് ചെറിയൊരു ആവശ്യം വന്നു. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ കണ്ട് എനിക്കത് വാങ്ങിച്ചാലോ എന്നൊരു അഭിപ്രായം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കാശ് കൊടുക്കണ്ടല്ലോ, നമ്മൾ ഓൾറെഡി നമ്മൾ കാശ് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ദിവസം ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കണം എന്നുള്ളൊരു പർപ്പസിലൊന്നും അല്ല വന്നത്. ഞങ്ങൾ വന്നൊരു സമയം തന്നെ ആ സന്ധ്യാസമയം, വീഡിയോ എടുക്കാൻ അത്ര ക്ലിയർ ഒന്നുള്ളൊരു സമയമല്ല. പക്ഷെ ഇവിടെ വന്ന് ഈ ഒരു കളക്ഷൻസ് എല്ലാം കൂടി കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നി ഇതൊന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വരും. പക്ഷേ ഈ ഒരു ഷോപ്പ് ഇതുവരെ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ മലപ്പുറത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടായിട്ട് അത് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ബോക്സുകളാണ്. എന്താ പറയുക, ഞാൻ അന്നത്തെ ആ സമയത്ത് വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പുതിയ കളക്ഷൻസ് വന്നതാണ്. നല്ല രസമല്ലേ? കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റിയ അടിപൊളി ബാസ്ക്കറ്റുകൾ കേട്ടോ. ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോഴും ഇങ്ങനത്തെ ബാസ്ക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഇതിപ്പോൾ ഓൺലൈനും ഓഫ്ലൈനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പുതിയ മോഡൽ ആയിരിക്കും. അത്യാവശ്യം നല്ല സൈസ് ഉള്ളതുണ്ട്. എന്താ പറയുക, കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് വരുന്നതുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. പക്ഷെ പറ്റ ലോക്കലായിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങളല്ല, നല്ല അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള നല്ലോണം സാധനങ്ങൾ കൊള്ളുന്ന ടൈപ്പ് ബാസ്ക്കറ്റുകളാണ് ഉള്ളത്. പിന്നെ കാണാനും അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കുള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അതാണ് മെയിനായിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക, ചില സാധനങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, കണ്ടിട്ട് അതിന് ഭംഗിയോണ്ട് നമുക്ക് വാങ്ങണം തോന്നും. അപ്പോൾ ഓൾറെഡി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഭംഗി കണ്ടിട്ട് പിന്നെ വാങ്ങിച്ച് കൂട്ടുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ നമ്മൾ വാങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ കുറേ ചിന്തിച്ച് ആലോചിച്ച് നമുക്ക് എന്താ പറയുക, എവിടെയാണ് നല്ല പ്രോഡക്റ്റ് കിട്ടുക എന്നൊക്കെ നമ്മൾ ശരിക്കും സെർച്ച് ചെയ്ത് അങ്ങനെ പിക്ക് ചെയ്ത് വാങ്ങുന്ന സാധനങ്ങളാണ്. അതിനോടാണ് എനിക്ക് പ്രിയം. അപ്പോൾ അങ്ങനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ട്. എന്നിട്ട് ഞാൻ കുറേ ക്ലിപ്സ്, എനിക്ക് ഏത് ഭാഗം എടുക്കണം എന്ന് അറിയില്ലായിരുന്നു, അത്രക്കും പ്രോഡക്ട്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ ക്ലിപ്സ് എടുത്തു, വീഡിയോ ക്ലിപ്സ് എടുത്ത് അവസാനം എൻ്റെ ഫോൺ മെമ്മറി ഫുള്ളായപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യുക ചെയ്തത്. ഇവിടെ ഫുള്ളായിട്ട് ഷോപ്പ് എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല, കാരണം അത്രക്കും പ്രോഡക്ട്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ നമ്മളെ വർക്ക് ഏരിയൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ എന്താ പറയുക, നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് വെക്കണ 3 തട്ടുള്ളൊരു ട്രോളി ബാസ്ക്കറ്റൊക്കെ കാണിച്ചു തന്നിട്ടില്ലായിരുന്നോ? അതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഒന്നും കൂടി നല്ല പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അഫോർഡബിൾ ആയിട്ട് കുറച്ച് ചീപ്പായിട്ട് നോക്കി വാങ്ങിയതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഐക്കിയ പ്രോഡക്ട്സ് പോലുള്ള നല്ല അടിപൊളി സാധനങ്ങൾ ഇവിടെ കിട്ടും. ഇവിടുന്ന് ഞങ്ങൾ അസ്സാമിൻ്റെ സമയത്ത് കുറേ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ എന്താ പറയുക, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ഏറ്റവും അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ അന്ന് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ആക്ച്വലി നമ്മുടെ ഐലൻഡ് കിച്ചൺ ഉണ്ടല്ലോ, ആ ഒരു കിച്ചണിൽ നമുക്ക് ഇനിയും കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെ വാങ്ങിയിട്ടില്ല. കാരണം അങ്ങോട്ടേക്ക് വാങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കുട്ടി വാങ്ങുന്നത് നല്ല പ്രോഡക്ട്സ് ആവണം, കാണാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ കുറച്ചായിട്ട് നല്ല സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ വാങ്ങാണ്ടിരുന്നതാണ്. അപ്പം അങ്ങനെ ഇനി എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ പിക്ക് ചെയ്ത് അങ്ങനെ വാങ്ങിച്ചാൽ മതി എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ എൻ്റെ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു പാത്രം കാണിച്ചു തന്നിട്ടില്ലേ, അത്
അതിൻ്റെയൊക്കെ ഒന്നുകൂടി എന്താ പറയുക ക്യൂട്ടായിട്ടുള്ള ഒന്നാമത് ഈ ഒരു ഗോൾഡൻ ടച്ച് വരുമ്പോൾ തന്നെ ഇതിന് വേറൊരു ലുക്കാണ് കേട്ടോ ഈ സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ നോക്കിയ പ്രോഡക്റ്റ് എന്താണ് അത് ഞാൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ റിവ്യൂ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക അവരോട് പെർമിഷൻ ചോദിച്ചു, ഞാനിങ്ങനെ ഇതെല്ലാം കൂടി കണ്ടപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞ് അവരതിനുള്ള സൗകര്യമൊക്കെ ചെയ്തു തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ എടുക്കാം, അല്ലാതെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. എന്താ പറയുക ഞാനൊരിക്കലും നിങ്ങളോട് ഇവിടെ വന്ന് ഈ പ്രൊഡക്റ്റ് എല്ലാം വാങ്ങിക്കൊണ്ടോണമെന്നൊന്നും ഞാൻ പറയൂല. ഇങ്ങനെ ഒരു ഷോപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ ഒരു പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ ഉള്ളതെല്ലാം. ഇനി ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മൾ പ്രോഡക്റ്റ്സ് ചിലതൊന്നും നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് അടുക്കളയ്ക്ക് വേണ്ടതെന്ന് അറിയാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കും ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് പോയാൽ തന്നെ നമുക്ക് എന്താ പറയുക കുറേ സാധനങ്ങൾ പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ നമുക്കിനി അങ്ങനത്തെ പ്രോഡക്റ്റ്സ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഓൺലൈനൊക്കെ തിരഞ്ഞിട്ട് കുറച്ചൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇനിയിപ്പോൾ ഇവിടുത്തെ റേറ്റും നമ്മൾ എന്താ പറയുക നോട്ട് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ചീപ്പറായിട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടുക അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയും പർച്ചേസ് ചെയ്യാമല്ലോ. അതൊക്കെ നമ്മളെ ഇഷ്ടമല്ലേ. പക്ഷെ ചിലതൊക്കെ നമുക്ക് അറിയിലുണ്ടാവില്ല. ഇപ്പം നമ്മൾ വീഡിയോ കാണുമ്പോഴല്ലേ, ചില വീഡിയോകൾ കാണുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുക അല്ല ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു അതെനിക്ക് വാങ്ങായിരുന്നല്ലോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പം അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ പരിചയപ്പെടാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പിൽ വരുമ്പം. കാരണം അത്രക്കും സെലക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കണ ബാസ്ക്കറ്റൊക്കെ ഉണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെജിറ്റബിൾസ് ഒക്കെ വെക്കണേ, അത് നമ്മൾ ഓൺലൈനൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ ഒന്നുകൂടി സൈസും ഒന്നുകൂടെ നല്ല ഉറപ്പൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഞാനിവിടെ നോക്കിയപ്പോൾ കുറേ കളക്ഷൻസ്. എന്താ പറയുക നമ്മൾ ഓൺലൈൻ കുറച്ച് ഈ ചെറുത് ബാസ്ക്കറ്റൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചുള്ള പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് അതിൽ കുറേ സാധനങ്ങളൊന്നും ഇട്ട് വെക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ ഉപ്പേരിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അരിഞ്ഞിട്ടൊക്കെ ഇപ്പോൾ പയറൊക്കെ ആണെങ്കിൽ അരിഞ്ഞ് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്നല്ലാണ്ട് അല്ലാതെ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് പാവക്ക മേടിച്ചു, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക കുക്കമ്പർ മേടിച്ചു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ തക്കാളി മേടിച്ചു, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ബോക്സിലാക്കാൻ ഈ ബോക്സ് സൈസ് ഉണ്ടാവില്ല നമ്മൾ ഈ ഓൺലൈനിൽ വാങ്ങുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ. അപ്പോൾ ഓഫ്ലൈനൊക്കെ ആകുമ്പോൾ നമുക്ക് ശരിക്കും കണ്ട് ഇഷ്ടപ്പെട്ട് അതിലെത്ര നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് അറ്റ്ലീസ്റ്റ് 1 കിലോ എങ്കിലും നമ്മൾ വാങ്ങൂലേ. അപ്പം അത്രയും സാധനങ്ങൾ കൊള്ളാനൊക്കെ പറ്റിയ രീതിയിലുള്ള എന്താ പറയുക ഫ്രിഡ്ജിൽ വെക്കുന്ന ബാസ്ക്കറ്റുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കേട്ടോ. എനിക്ക് പറയാനറിയില്ല, അത്രക്കും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടിട്ട് ഞാനത് ഫുള്ള് നിങ്ങൾ വാങ്ങണം എന്നല്ല, പക്ഷെ നമുക്ക് കണ്ട് അപ്പോൾ അടുത്തുള്ളവർക്കാണെങ്കിൽ വന്നിട്ട് കണ്ട് നമുക്കൊന്ന് പരിചയപ്പെട്ടു പോവുമെങ്കിലും ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം പൈസ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ പ്രോഡക്റ്റ് സിമിലർ ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക ഇപ്പം നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം എന്താ പറയുക ഇപ്പം നമ്മളെ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയോ അങ്ങനെ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഹൗസ് വാമിങ് അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ക്യൂട്ടായിട്ട് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം നമ്മൾ ആഗ്രഹിക്കൂലേ. എന്തെങ്കിലും ഒരു ചട്ടിപാത്രമോ ഫാനോ, സാധാരണ എല്ലാവരും കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഫാനൊക്കെ കിട്ടി ആളുകൾക്ക് മടുത്തിട്ടുണ്ടാവും, അത്രയ്ക്ക് ഫാൻ ഉണ്ടാവും. അപ്പോൾ ഈ ഫാന് പിന്നെ എന്താ പറയുക അങ്ങനത്തെ മിക്സി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കുമല്ലോ. അപ്പോൾ അതിനേക്കാളൊക്കെ എന്താ പറയുക സംതിങ് സ്പെഷ്യൽ, സംതിങ് എന്താ പറയുക നമ്മൾ കൊണ്ടുവന്നതാണ് എന്ന് വാല്യൂ ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള, അതിപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ പോലും നമ്മൾ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ അത്രയും നല്ല ഒരു സാധനം കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പിക്ക് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ വന്ന് നോക്കിയാൽ നമുക്ക് അങ്ങനെ സാധനങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ പറയുക അപ്പോൾ ഈ ഒരു സംഭവം കണ്ടോ, നമ്മൾ ഓൺലൈനൊക്കെ വാങ്ങിക്കൂലേ പാത്രം കഴുകി വെച്ചിട്ട് എന്താ പറയുക അതിൻ്റെ വെള്ളം അബ്സോർബ് ചെയ്യുന്ന ആ ഒരു മാറ്റാണത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വിരിക്കുന്നത്. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റൂല, അത്രയ്ക്കും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, നമ്മൾ പൊട്ടിച്ച പാക്കറ്റുകളൊക്കെ സിപ്പ് ലോക്ക് ആക്കി വെക്കാൻ പറ്റുന്ന ആ ഒരു ക്ലിപ്പാണ്. പിന്നെ ഇവിടുന്ന് എടുത്ത് പറയേണ്ട ഒരു സാധനം എനിക്കിവിടെ ഏറ്റവും എന്താ പറയുക പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ ഒരു സെറാമിക് പോട്ടുകളാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ടീ കോഫി ഷുഗർ സെറ്റ് ഉണ്ടല്ലോ, അത് ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്, പല ഷേപ്പിലും പല കളറിലും. എന്ത് രസമാണെന്നറിയാം കാണാൻ, ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അങ്ങനെ ഒരു സംഭവം ആ ഒരു സെറ്റ് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കിച്ചണിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കിച്ചൻ്റെ ലുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിക്കളയും. അത്രക്കും നല്ല എന്താ പറയുക കിച്ചനെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അത്. ഇനിയിപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഒരു സൈഡിൽ ഇരിക്കണ കാണാൻ തന്നെ ഒരു രസമാണല്ലോ. അങ്ങനെ അപ്പോൾ ഞാനിവിടെ അത് കുറേ കളക്ഷൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അന്നും കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്നും കുറേ പുതിയ കളക്ഷൻസൊക്കെ ഞാൻ അവിടെ കണ്ടു.
പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഓയിലെടുക്കുന്ന ബോട്ടിലുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബോട്ടിലുകൾ, പല ടൈപ്പ് കെറ്റൽസ്. ഇതിലിപ്പോൾ ഈ അറ്റത്ത് കാണുന്ന ആ സ്റ്റീലിൻ്റെ കെറ്റിൽ നിങ്ങൾ എൻ്റെ ഐലൻഡ് കിച്ചണിൽ എപ്പോഴും കാണലുണ്ടാവും. അത് ഞാൻ ഇവിടുന്ന് മേടിച്ചതല്ല, ഓൾറെഡി ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് നല്ല ഓർമ്മയില്ല. പക്ഷെ അതൊക്കെ അത് എന്താ പറയുക, ഈ ഒരു പോട്ടൊക്കെ കണ്ടോ നല്ല രസമില്ലേ. ആ ഒരു കെറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആ കെറ്റൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ട്രെയിൻ വരുന്ന പോലത്തെ ഒരു സൗണ്ട് വരും ലാസ്റ്റ് തിളച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ മറന്നു പോകില്ല, വെള്ളം വെച്ചിട്ട് നമ്മൾ മറന്നു പോകില്ല ഓഫാക്കാൻ. എനിക്കൊക്കെ എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ്. സ്റ്റൗവിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കും, എന്നിട്ട് ഞാനത് മറന്നു പോകും. ബെഡ്റൂമിക്കൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ട് പോയിട്ട്, അതായത് ലാസ്റ്റ് ആയിരിക്കും വെള്ളം തിളപ്പിക്കാൻ വെക്കണം, ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാനത് മറന്നിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ ഈ ഒരു കെറ്റലിൽ വെക്കാൻ തുടങ്ങിയതിന് ശേഷം കേട്ടോ ഞാൻ ആ മറവി എനിക്ക് പ്രശ്നമില്ലാതായത്. കാരണം ഞാൻ മറന്നാലും ഈ ഒരു വിസിലടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്താ പറയുക, കുട്ടികളെങ്കിലും വന്നിട്ട് ആ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പോയിക്കോളും. ട്രെയിൻ ഇങ്ങനെ വരുമ്പോൾ ആ വിസിലടിക്കണ ഒച്ച ഉണ്ടല്ലോ, ട്രെയിനിൻ്റെ ആ കൂന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു സൗണ്ട് വരും അതിൽ നിന്ന്. അത് ആ സൗണ്ട് വന്ന സമയത്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് വരും എന്ന് എനിക്ക് മനസ്സിലായത്. ആദ്യത്തെ ടൈം ഞാൻ ആ വെള്ളം തിളപ്പിക്കുമ്പോൾ ആ സൗണ്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാനിത് എവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നതെന്ന് വിചാരിച്ച് കുറേ തെരഞ്ഞു നടന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മളെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ മറ്റേ ഇതുണ്ട്, ഇൻവേർട്ടറൊക്കെ ഉണ്ട്. ഇനി ഇൻവേർട്ടറിന് എന്തെങ്കിലും പറ്റുമോ റബ്ബേ, ഇൻവേർട്ടറിൻ്റെ ഉള്ളിൽ നിന്നാണോ ഈ സൗണ്ട് വരുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെയൊക്കെ പോയി ഞാൻ തുറന്നൊക്കെ നോക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും അല്ല. ഞാൻ വിചാരിച്ചു ഇൻവേർട്ടർ അങ്ങനെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോ ടെൻഷനാണല്ലോ. ഈ വെള്ളം വെച്ച ഓർമ്മയില്ല. പിന്നെ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാളെങ്ങനെ പി പി എന്ന് പറഞ്ഞിട്ട് സൗണ്ട് അടിച്ചുകൊണ്ടിരിക്കണമെന്ന് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ പോയിട്ട് വേഗം ഓഫാക്കി. അന്നാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് വരും എന്നുള്ളത്. അതിന് ശേഷം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴും വെള്ളം വെക്കും, ഒന്നുകിൽ നമ്മൾ ഇലക്ട്രിക് കെറ്റലിൽ വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു എന്താ പറയുക മാറി മാറി വെക്കലുണ്ട്. ഈ ഒരു സ്റ്റൗവിൽ ഈ ഒരു കെറ്റലിൽ വെക്കും. അങ്ങനെ വെക്കുമ്പം രണ്ടാണെങ്കിലും ഇലക്ട്രിക് ആണെങ്കിൽ പിന്നെ താനേ ഓഫാവും, മറ്റേതാണെങ്കിൽ ഈ ഒരു സൗണ്ട് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഓഫാക്കിക്കോളും. അപ്പം ഞാൻ ഈ ഒരു വീഡിയോനെ ഒരുപാട് വലിച്ചു നീട്ടി കൊണ്ടുപോകണില്ല. ഇപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കാണിച്ചു തന്നില്ലേ. ഇതൊന്നും അല്ല കേട്ടോ, എൻ്റെ ഫോണിൽ ഒരുപാട് അവിടെ നിന്ന് എടുത്ത ഒരുപാട് സാധനങ്ങളുടെ വീഡിയോസ് ഇനിയും ഉണ്ട്. സത്യത്തിൽ ഞാനതെല്ലാം കൂടി പോസ്റ്റ് ചെയ്യാൻ നിന്നാൽ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആവും. അപ്പോൾ ചിലപ്പോൾ ഇത് എത്ര പേർക്ക് കാണാൻ ഇഷ്ടമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർ എന്തെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ബാക്കി ഭാഗങ്ങളും കൂടി ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. അത്രക്കും പ്രോഡക്റ്റ്സ് ഉണ്ട്. ഞാൻ എൻ്റെ ഐലൻഡ് കിച്ചണ് വീഡിയോസ് ഇടുമ്പം എന്നോട് ചോദിക്കലില്ലേ ചിലരൊക്കെ, ഈ എൻ്റെ കയ്യിലുള്ള കാസറോള് നല്ല ഭംഗിയുണ്ട്, അതെവിടെ നിന്നാണ് മേടിച്ചതെന്നൊക്കെ. ആ കാസറോളിനേക്കാളൊക്കെ എത്രയോ ഭംഗിയുള്ള കാസറോൾസ് ഇവിടെ ഉണ്ട് കേട്ടോ. എന്താ രസം എന്നറിയോ, നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിനകത്ത് ഫുഡൊന്നും എടുക്കാൻ തോന്നൂല. അത്രക്കും ഭംഗിയുള്ള ഒരു ഷോ പീസ് പോലെ തോന്നിക്കുന്ന പാത്രങ്ങൾ, കാസറോള്, പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്, എന്തൊക്കെയാണെന്ന് എനിക്കെന്നെ പറയാൻ അറിഞ്ഞൂടാ, അത്രക്കും സാധനങ്ങളുണ്ട്. എന്താ പറയുക, പക്ഷെ ഒന്നും ഭയങ്കര ചീപ്പാണ്, നിങ്ങളിവിടെ വന്നോളൂ അത്ര റേറ്റ് കുറച്ച് നിങ്ങൾക്ക് കിട്ടും ഇവിടുന്ന് വാങ്ങിക്കാം അങ്ങനെ ഞാൻ പറയൂല കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായ റേറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വന്നിട്ട് ഇങ്ങനെ സാധാരണ ഒരു കടയിൽ നിന്ന് പിക്ക് ചെയ്യണ പോലെ ഇങ്ങനെ എല്ലാ സാധനവും കൂടി പിക്ക് ചെയ്യാൻ പറ്റിയൊരു ഷോപ്പൊന്നും അല്ല. പക്ഷെ എക്സ്ക്ലൂസീവായ സാധനങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ട് പ്രോഡക്റ്റ്സ് പരിചയപ്പെടാനും, അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് കണ്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാനും, അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ പ്രോഡക്ട്സും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞാനിവിടെ വന്നത് ഏത് പ്രൊഡക്റ്റ് വാങ്ങാനാണെന്ന് കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാവേ. ഈ കാണുന്ന ഈ ഒരു സ്പ്രേ മോപ്പ് ഉണ്ടല്ലോ, ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആക്ച്വലി ഇവിടെ വന്നത്. ഇതിന് ഇവിടുന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ റേറ്റ് 830 രൂപയാണ്. ഒരു പക്ഷേ ഇതിന് നിങ്ങൾക്ക് റേറ്റ് കുറച്ച് ഓൺലൈനിൽ കിട്ടുന്നുണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റൂട്ടോ. ഇതേ ഒരു ബ്രാൻഡിൻ്റെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. അപ്പം ഞാനിത് അവിടെ നിന്ന് തന്നെ വാങ്ങാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓൾറെഡി അവിടെ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു പേയ്മെൻറ്റ് റിട്ടേൺ അവിടെ ഉണ്ടായിരുന്നു എനിക്കൊരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ കുറേ റിവ്യൂസ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് കേട്ടോ ഇത് വാങ്ങിക്കണത്. എന്താ പറയുക, ഇതിങ്ങനെ നമുക്കിപ്പോൾ ഡെയിലി ജസ്റ്റ് ഇങ്ങനെ അടിച്ചു വരാണ്ട് സ്പീഡിലൊന്ന് തുടച്ചു പോകാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് എന്ന് പല വീഡിയോസിലും ഞാൻ പറയുന്നത് കേട്ടു. അതായത് നമ്മളിപ്പോൾ ഒരു ദിവസം നന്നായിട്ട് അടിച്ചു വാരി നല്ല ക്ലീനാക്കി നമ്മൾ സാധാരണ മോപ്പ് വെച്ചിട്ട് തുടച്ചിട്ടുള്ള ആ ഒരു വീട്ടിൽ പിന്നെ ജസ്റ്റ് ഒരു 2-3 ദിവസത്തേക്ക് അടിച്ചു വാരും തുടക്കൊന്നും ചെയ്യാതെ ഈ ഒരു സ്പ്രേ മോപ്പ് മാത്രം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചെടുത്താൽ പൊടിയൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് കിടക്കും എന്നിങ്ങനെ വീഡിയോസിലൊക്കെ കുറേ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തോന്നി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഇതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പം എന്താ പറയുക, ഇത് സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട്, അതായത് എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്, വെക്കേഷൻ അല്ലേ, അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുമല്ലോ അങ്ങനെ. അപ്പോൾ
ആ പോകുന്ന ദിവസം ഇതൊന്ന് അൺബോക്സ് ചെയ്ത് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് വേണം പോകാനെന്ന് വിചാരിച്ച് അർജൻറ്റായിട്ടൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാണ്, വീടൊന്ന് മൊത്തത്തിലൊന്ന് തുടച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചതാണ് ഈ വീഡിയോൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഫസ്റ്റ് യൂസിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഒരു റിയൽ റിവ്യൂ, ഇത് ശരിക്കും യൂസ്ഫുൾ ആണോ അല്ലേ, ഇത് ഉപയോഗിച്ചിട്ട് എന്താ പറയുക എനിക്ക് ആ പൈസ വെറുതെ യൂസ്ലെസ് ആയോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് കുറച്ച് ദിവസം നമ്മൾ ശരിക്കും ജെന്യൂനായിട്ട് യൂസ് ചെയ്ത് ഒരു ജെന്യൂൻ റിവ്യൂ പറയണമെങ്കിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഏത് പ്രോഡക്റ്റും അങ്ങനെയല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് ഞാൻ എന്താ പറയുക ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് റിവ്യൂ ഇടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരൊറ്റ തവണ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ സാധാരണ മോപ്പ് കൊണ്ട് തുടക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുക്കി പിഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് തുടയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഈ സ്പ്രേ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട്, അതുപോലെ തന്നെ നമുക്ക് വീടിനകത്ത് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കംഫർട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ കുറച്ച് ലിക്വിഡിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് തുടയ്ക്കാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഇത് വെച്ചിട്ട് ഒരൊറ്റ തുടയ്ക്കൽ അങ്ങോട്ട് തുടച്ചാൽ മതി. പിന്നെ ഇതുപോലെ തന്നെ നല്ല ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് അടിക്കൊക്കെ എന്താ പറയുക, ഇപ്പോൾ സോഫൻ്റെ ടേബിളിൻ്റെ ഒക്കെ അടിയിലൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ശരിക്കും തുടച്ചെടുക്കാൻ പറ്റും. കാരണം ഇതിങ്ങനെ 360 റൊട്ടേറ്റ് ചെയ്യുന്നൊരു സാധനമാണ് ഇതിൻ്റെ ഈ ഒരു താഴത്തെ ആ തുടക്കുന്ന ഭാഗം. അപ്പോൾ നമുക്കതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ കോർണറിലും ശരിക്കത് തിരിഞ്ഞിട്ട് എല്ലാ അരുവിലൊക്കെ പോയിട്ട് തുടക്കും. പിന്നെ ഇതിൽ കുടുങ്ങിയിട്ടുള്ള മുടിയും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. ശരിക്ക് വൃത്തിയുള്ള നിലത്ത് തുടക്കാണ് കേട്ടോ ഒന്നും കൂടി നല്ലത്. ഇതിപ്പോൾ ഇവിടെ മോളുള്ളത് കൊണ്ട് എങ്ങനെ വൃത്തിയുണ്ടെങ്കിലും കുറച്ച് മുടിയൊക്കെ ഉണ്ടാവും. അപ്പം എന്താ പറയുക, അങ്ങനെ ആ മുടിയൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു മൈക്രോ ഫാബ്രിക്കിൻ്റെ ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് അതിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് വാഷ് ബേസിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കാണിച്ച് കഴുകിയാൽ തന്നെ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, മൈക്രോ ഫാബ്രിക്കിൻ്റെ ഈ ഒരു ഒട്ടിക്കുന്ന പീസ്, ഇത് നമുക്ക് എക്സ്ട്രാ മേടിക്കാനും കിട്ടും. നമുക്ക് ഓൺലൈനും കിട്ടും ഓഫ്ലൈനും കിട്ടും. അപ്പോൾ അങ്ങനെ 2-3 എക്സ്ട്രാ മേടിച്ച് വെക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. ഞാനിത് റെക്കമെൻഡ് ചെയ്യാനായിട്ടില്ലേ, കാരണം ഞാൻ സിംഗിൾ യൂസല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് നിങ്ങൾ എന്തായാലും വാങ്ങിച്ചു നോക്കൂ, യൂസ്ഫുൾ ആണ് അങ്ങനെ ഞാൻ പറയൂല. ഞാൻ ഇത് കുറച്ച് യൂസ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ടേ ഞാനിത് വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ഒറ്റ സിംഗിൾ യൂസ് അല്ലേ ചെയ്തുള്ളൂ. ഇതിപ്പോൾ പെട്ടെന്ന് കേട് വരുന്നുണ്ടോ, കീറി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്കിത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കൈകാല് കാണിച്ചില്ല അങ്ങനെയൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുറച്ച് ദിവസം ഈ വെക്കേഷൻ കഴിഞ്ഞിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ക്ലീൻ ആക്കിയപ്പോൾ പെട്ടെന്ന് ക്ലീൻ ആക്കി കിട്ടി. എനിക്കത് പ്രത്യേകിച്ച് സ്ട്രെയിൻ എടുത്ത് ക്ലീൻ ആക്കേണ്ടിയൊന്നും വന്നില്ല. നല്ല നീറ്റായിട്ട് തന്നെ അതിൻ്റെ പൊടിയൊക്കെ പോയി കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് അതിലിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എന്താ പറയുക, അത് സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇനി ഇത്രയും കളക്ഷൻസ് ഉള്ള ഈ ഒരു ഷോപ്പ് ഏതാണെന്ന് ഞാൻ നിങ്ങളോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. മലപ്പുറത്തുള്ള കൈൽ ക്രോക്കറി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് ഇത്. നിങ്ങളെല്ലാവരും ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത്രക്കും എല്ലാവർക്കും അറിയുന്ന ഒരു ഷോപ്പാണ്. ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ ജെന്യുവനായിട്ടുള്ള റിവ്യൂ ആണ് ഈ ഷോപ്പിനെ കുറിച്ച് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഈ ഷോപ്പിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക്